ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിക നരനായി. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചിക നരനായി. ദൈവകോപത്തിയിൽ വെന്തെരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിയിൽ വെന്തെരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ഉലകമകാന്മാരഖിലരും ഒരുപോൾ ഉറങ്ങുന്നി കല്ലറയിൽ. ഉലകമകാന്മാരഖിലവും ഒരുപോൾ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മളുന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മളുന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. കണ്ണുനി തുടപ്പിൻ ഉത്സുകരായിരിപ്പിൻ. കലുഷതയകറ്റി കണ്ണുനി തുടപ്പിൻ ഉത്സുകരായിരിപ്പിൻ. അമിലാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ? അമിലാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ? വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. നിങ്ങളുണർന്നിരിപ്പിൻ കതകുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാൻ. നിങ്ങളുണർന്നിരിപ്പിൻ കതകുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുരാജൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. സ്നേഹം എന്തു മനോഹരം. കൃപ ചൊരിഞ്ഞു എന്തു മനോഹരം, എന്തു മനോഹരം. എന്റെ ഭയം മകനേ വെടിഞ്ഞു. ആയത്ര ഭാഗ്യം, ആയത്ര മോദം. എൻ പാപമെല്ലാം പരിഹരിച്ചു.
അനുഗ്രഹമാരി അനവധി ചൊരിഞ്ഞ മകതാരിലനുദിനം അവനിരിപ്പു. അനുഗ്രഹമാരി അനവധി ചൊരിഞ്ഞ മകതാരിലനുദിനം അവനിരിപ്പു. അവനിയിലെല്ലാം ഉയർത്തോളം അനുഗമിക്കും എൻ യേശുവിനെ. എത്ര ഭാഗ്യം, എത്ര മോദം, എൻ പാപമെല്ലാം പരിഹരിച്ചു. എത്ര ഭാഗ്യം, എത്ര മോദം, എൻ പാപമെല്ലാം പരിഹരിച്ചു. എന്തൊരു സ്നേഹം, എന്തു മനോഹരം, എന്താദരങ്ങൾ കൃപ ചൊരിഞ്ഞു. ആമേൻ. ശാപനാളെ ദീനം ഒത്തുകൊള്ളുക, എല്ലാ ദിനത്തെക്കാളും വിളങ്ങും നാളത്. അധ്വാനമെല്ലാം തീർന്നു വിശ്രമം ലഭ്യമാം സ്വർഗീയ കാന്തിയോടെ തിളങ്ങും നാളത്. സ്വാഗതം ചെയ്തിടുക ഈ ദിവ്യനാളിനെ, സ്വാഗതം ചെയ്തിടുക ഈ ശാപനാളിനെ. ശാപനാളിനെ സ്വീകരിക്കുക, കർത്താനേശുരാജനെ വാഴ്ത്തി പുകഴ്ത്താം. ജീവന്റെ മാർഗം കാണിച്ച ക്രിസ്തു യേശുവേ, പിൻചെന്നു സ്വർഗരാജ്യം എത്തി വിശ്രമിക്കാം. സ്വാഗതം ചെയ്തിടുക ഈ ദിവ്യനാളിനെ, സ്വാഗതം ചെയ്തിടുക ഈ ശാപനാളിനെ. വിശുദ്ധിയോടെ കാപ്പിൻ വിശുദ്ധ ദിനത്തെ, സങ്കീർത്തനങ്ങൾ പാടി കർത്തനെ വന്ദിപ്പിൻ. സൗമ്യതയുള്ള നാഥൻ സമീപിച്ചെന്നു നാം സന്തുഷ്ടരായി മേമാനെന്നും ആശിക്കുക. സ്വാഗതം ചെയ്തിടുക ഈ ദിവ്യനാളിനെ, സ്വാഗതം ചെയ്തിടുക ഈ ശാപനാളിനെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വായിക്കാനടുത്ത വേദഭാഗം സങ്കീർത്തനം 95. വരുവിൻ, നാം യഹോവയ്ക്ക് ഘോഷിച്ചുല്ലസിക്ക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്ക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവന്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളും ശിഖരങ്ങളും അവനുള്ളവ, സമുദ്രം അവനുള്ളത്. അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകളിൽ മെനഞ്ഞിരിക്കുന്നു. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്ക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈകളെ ആടുകളും തന്നെ. ഇന്നു നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബാവിനെ പോലെയും മരുഭൂമിയിൽ മെസ്സാനാലിനെ പോലെയും നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. 40 ആണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായിരുന്നു. അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ള ഒരു ജനമെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു. ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ലെന്നും ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു.
പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ ശബ്ദ പ്രഭാതത്തിനെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കഴിഞ്ഞ ഒരാഴ്ച കാലം മുഴുവനും ഞങ്ങളെ അവിടുത്തെ കൺമണി പോലെ കാത്തുകൊണ്ട് പരിപാലിച്ച് നന്ദി അർപ്പിക്കുന്നു. ഈ ശബ്ദത്തിലും അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ എല്ലാവരെയും കൂട്ടിച്ചേർത്തതിനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ വേളയിലും ഞങ്ങൾ എല്ലാവരെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ആരംഭം മുതൽ അവസാനം വരെയും അവിടുത്തെ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ. ഇന്നത്തെ ദിവസം മുഴുവനും അവിടുത്തെ സാന്നിധ്യത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങൾ അവിടുത്തെ ശബ്ദത്തിനെ മാനിക്കുവാനും അങ്ങയുടെ കൽപ്പന പ്രകാരം അതിനെ വിശുദ്ധിയോടെ കാക്കുവാനും ഞങ്ങൾ അവിടെ സഹായിക്കണമേ. എല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഇപ്പോൾ ആഗോള മിഷൻ വാർത്തകൾക്കുള്ള സമയമാണ്. ഈ സമയം മിസ്സസ് ആർദ്രയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഹാപ്പി ശബത്ത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എല്ലാവരെയും ആഗോള മിഷൻ വാർത്തയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രണ്ടാമത്തെ ആഗോള മിഷൻ വാർത്തയാണ്. ചായയും മൊബൈൽ ഫോണുമാണ് ഇന്നത്തെ വിഷയം. യോനെ ആസ്ട്രിയയിലാണ് ഇത് നടന്നത്. ബോഗൻഹോഫനിലെ ഒരു ഹോസ്റ്റലിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. അവിടെ ഇയോൺ എന്ന് പറഞ്ഞിട്ട് ഡീനായിട്ടൊരു വ്യക്തി, ഒരു ലേഡി ഉണ്ടായിരുന്നു. അവിടെ ക്യാമ്പസിൽ ഹോസ്റ്റലിലെല്ലാം നിയന്ത്രിച്ചു പോകുന്ന ഒരു ആളുടെ കാര്യമാണ് പറയുന്നത്. അവർക്ക് ഈ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം അവിടുത്തെ കൗമാരക്കാർക്കൊക്കെ ഉപയോഗിക്കുന്നതിന് പരിമിതപ്പെടുത്തിയായിരുന്നു. 45 മിനിറ്റിലേക്ക് പരിമിതപ്പെടുത്തിയത് പൂർണ്ണ യോജിപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു അവിടുത്തെ ഡീനായ ഇവോൺ. മൊബൈൽ ഫോണുകളുടെ ആസക്തി വളരെ അപകടകരമാണെന്ന് അവൾ കണ്ടിരുന്നു. അപ്പോൾ അതിനെ കൂടാതെ ആ നിയമം വിദ്യാർത്ഥികളിൽ ഒരുമിച്ച് കൂടുതൽ സമയം ചെലവഴിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്നും അവൾ ശ്രദ്ധിച്ചു. കുട്ടികൾ സംസാരിക്കുകയും ചിരിക്കുകയും ക്യാമ്പസിലെ മറ്റ് പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നതിലും അധികമായി മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കണമെന്ന് അതിനോട് പൂർണ്ണ യോജിപ്പുള്ള ഒരാളാണ് ഈ ഡീനായ ഇവോൺ. എന്നാൽ നിയമങ്ങൾ ഉള്ളപ്പോൾ തന്നെ അവ ലംഘിക്കാൻ ചില പെൺകുട്ടികൾ ശ്രമിക്കുമെന്ന് ചില പെൺകുട്ടികൾ ഒന്നിലധികം ഫോണുകൾ കയ്യിൽ വെക്കുകയും ഒന്ന് ചിലപ്പോൾ അവരെ ആ ഡീനിനെ കാണിക്കും, ഒന്ന് മാറ്റി വെക്കും. അപ്പോൾ അതൊക്കെ ഇയോൺ അത് പ്രതീക്ഷിച്ചു. അവരിൽ നിന്ന് അതെല്ലാം പ്രതീക്ഷിച്ചു. അവർ സംശയിച്ചു. പക്ഷെ അത് നേരിൽ കാണാതെ അത് അവർക്ക് ഉറപ്പിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അത് നേരിട്ട് കാണാതെ ഉറപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇയോൺ കാത്തിരുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ചില പെൺകുട്ടികൾ ആ സമയത്ത് ചില പെൺകുട്ടികൾക്ക് അസുഖബാധിതരായി പനി പിടിച്ചു കിടന്ന സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഇയോൺ ആണെങ്കിൽ ചെറിയ മരുന്ന് കാപ്പി ചൂടൊക്കെ ആക്കി ഇവരുടെ റൂമിലൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടു കൊടുക്കാൻ പോയ സമയത്താണ് ഇയോണിന് ഒരു സംശയം തോന്നിയത്, ഒരു പന്തികേട് തോന്നിയത്. മുറിയിലേക്ക് പ്രവേശിക്കുന്ന സമയം ഇവോൺ 2 വാതിലുകൾ കടക്കണം. അപ്പോൾ ഈ 2 വാതിലിൻ്റെ അടിയിലൊരു വെളിച്ചം ഉണ്ടാവുമല്ലോ. നമ്മൾ ഒരു വാതിലിൻ്റെ അവിടെ ഒരു വെളിച്ചം വരുമ്പോൾ, ഒരാൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ. എന്തായാലും ഇപ്പോഴത്തെ പെൺകുട്ടികളെ എല്ലാവരും ആരെങ്കിലും വരുന്നോ ഇല്ലയോ എന്ന് അറിയാൻ നല്ല മിടുക്കനാണ്. ആ ഒരു വെളിച്ചത്തിൽ ഒരാൾ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ അവർക്കറിയാം അവരുടെ ഡീൻ ആയിരിക്കും, അവരെ ചെക്ക് ചെയ്യാൻ വരുന്നതായിരിക്കും, അവർ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ വരുമ്പോഴത്തേക്കും ഇവരെന്ത് ചെയ്യും, പെട്ടെന്ന് മൊബൈൽ എടുത്ത് ഒളിപ്പിച്ച് വയ്ക്കും, പുതപ്പിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വയ്ക്കും. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ ഡീനിന് നല്ല വിഷമം ഉണ്ടായി. ഈ 16 വയസ്സുള്ള പെൺകുട്ടികൾ ഇങ്ങനെ ഈ ഒരു വഴിയിലേക്ക്, ദൈവത്തിൽ നിന്നും മാറി ഇങ്ങനെ ഒരു വഴിയിലേക്ക് തിരിയുന്നതിൽ വിഷമിച്ചു. അപ്പോൾ ചായ കൊടുക്കാനായിട്ട് പോകുന്ന സമയത്ത്, എപ്പോഴാണ് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നത്, ഇനി ഇവിടെ പരിശോധിക്കാൻ വരുമോ എന്ന് ഈ ഡീനിനോട് ഈ പെൺകുട്ടി ചോദിച്ചു. ഈ വയ്യാണ്ട് കിടക്കുന്ന കുട്ടി ചോദിക്കുകയാണ്. അപ്പോൾ ഡീനിന് പെട്ടെന്നൊരു വിചിത്രമായിട്ട് തോന്നി ആ ഒരു ക്വസ്റ്റ്യൻ. മറ്റു പെൺകുട്ടികളെ പരിശോധിച്ച ശേഷം ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അറിയിപ്പില്ലാതെ ആ കുട്ടിയുടെ മുറിയിലേക്ക് പോയി. അപ്പോൾ അവൾ പുറം വാതിലൂടെ കടന്ന് അകത്തെ വാതിൽ തുറന്നപ്പോൾ ആ പെൺകുട്ടി വേഗത്തിൽ, അപ്പോഴാണ് ഈ പുതപ്പിനടിയിൽ ഒളിപ്പിക്കുന്നത് ഈ ഡീനായ ഇവോൺ കണ്ടത്. ആ നിമിഷം ഇവോണിന് മനസ്സിലായി ആ കുട്ടി എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുവെന്ന്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് അത് കണ്ടപ്പോഴത്തേക്കും ഈ ഡീനായ ഇവോണിന് നല്ല വിഷമം തോന്നി. എന്താണ് ചെയ്തത്? രാത്രിയിൽ ഈ ഇവോൺ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഈ പെൺകുട്ടിയെ രക്ഷിക്കാൻ എന്നെ സഹായിക്കണമേ. പുലർച്ചെ 4 മണിക്ക് ആ പെൺകുട്ടിയുടെ മുറിയിലേക്ക് പോകണമെന്ന് ഇവോണിന് തോന്നി. ചിലപ്പോൾ അവൾ ഉറങ്ങുകയായിരിക്കും, അവളെ ഉണർത്തണോ എന്നൊക്കെ ഈ ഡീനായ ഇവോൺ ചിന്തിച്ചു. എങ്കിലും പിന്നാലെ മറ്റൊരു ചിന്ത വന്നു. ഒരുപക്ഷെ അവൾക്ക് സുഖമില്ലാതെ ഇരിക്കുകയാണെങ്കിലോ,
ഇവൻ പെൺകുട്ടികളുടെ മുറിയിലേക്ക് പുറം വാതിൽ തുറന്ന് രണ്ടാം വാതിലിന്റെ അടിയിൽ നിന്ന് വെളിച്ചം പുറത്തേക്ക് വരുന്നത് അവൾ കണ്ടു. ആ വാതിൽ തുറക്കുമ്പോൾ ആ വെളിച്ചം വരുന്നത് കണ്ടിട്ട് പെട്ടെന്ന് ഈ കുട്ടി മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇവോൺ ആ വാതിൽ മെല്ലെ അടച്ചു. തുടർന്ന് ശബ്ദം ഉണ്ടാക്കാതെ വീണ്ടും അത് കണ്ടില്ലേ. അപ്പോൾ ഇവോണിന് നല്ല വിഷമം തോന്നി. എങ്ങനെ ആ കുട്ടിയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയും? ഓഫീസിലേക്ക് പോയി തിരിച്ച്, എന്നിട്ട് മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ എന്ത് ചെയ്യണം, ഞാൻ ഇനി എന്ത് ചെയ്യണം? ഇത്തവണ ആ പെൺകുട്ടിയോട് ഇയോൺ സംസാരിക്കണമെന്ന് നല്ലൊരു ഉൾപ്രേരണ അവൾക്ക് ലഭിച്ചു. ഇവോൺ വീണ്ടും മുറിയിൽ മടങ്ങിയെത്തി. അടുത്ത 2 മണിക്കൂർ ആ വിദ്യാർത്ഥിനിയുമായിട്ട് ഒരുപാട് സംസാരിച്ചു. അങ്ങനെ ആ സംഭാഷണത്തിന്റെ അവസാനം ആ പെൺകുട്ടി പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, രണ്ടാമതൊരു ഫോൺ ഞാൻ രഹസ്യമായി സൂക്ഷിച്ചിരുന്നു. അത് നിങ്ങൾക്ക് തരാതെ ഞാൻ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇത്രയും കാലം ഞാൻ അത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്നെക്കുറിച്ച് ഇത്ര കരുതൽ കാണിക്കുമ്പോൾ അത് വിട്ടു തരുവാൻ എനിക്ക് സമ്മതമാണ്. അത് കേട്ടപ്പോൾ ഇവോണിന് നല്ല സന്തോഷം തോന്നി. കാരണം അവളെ തെറ്റിൽ നിന്നും വഴിതിരിച്ച് വിടാനാണ് ഇവോൺ ശ്രമിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ആ കുട്ടി അത് ഉപേക്ഷിക്കാൻ തയ്യാറായി. ഈ മൊബൈൽ ഫോണിനുള്ള ആസക്തിയിൽ നിന്നും പിന്മാറാൻ തന്നെ സഹായിക്കുകയാണെന്ന് ആ പെൺകുട്ടിക്ക് മനസ്സിലായി. അന്ന് പ്രഭാതത്തിൽ പെൺകുട്ടി തൻ്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങളെക്കാൾ ദൈവത്തിന് പ്രാധാന്യം നൽകാൻ തീരുമാനിച്ചു. നമ്മളെല്ലാവരും ഇതേപോലെ നമ്മുടെ ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഉപയോഗിക്കുന്ന ആ ഉപയോഗം എല്ലാം മാറ്റി ദൈവത്തിലൂന്നി ദൈവത്തിന് പ്രാധാന്യം നൽകി നമ്മൾ മുന്നോട്ട് പോകണം. നമ്മുടെ ജീവിതത്തിലും അതുണ്ടായിരിക്കണം. അതാണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഇത് മനസ്സിൽ വെച്ച് എല്ലാ കുഞ്ഞുമക്കളും ഓരോരുത്തരും കുഞ്ഞുമക്കളൊക്കെ മൊബൈൽ ഫോൺ അധികമായിട്ട് യൂസ് ചെയ്യുന്നവരാണ്. അവരെല്ലാവരും ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. എല്ലാവരും വീട്ടിൽ പോയി ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. എല്ലാവർക്കും നന്ദി. മനോഹരമായിട്ട് ആഗോള മിഷൻ വാർത്തകൾ വായിച്ച് കേൾപ്പിച്ച ലക്ഷ്മിക്ക് ശാപസ്കൂളിൻ്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. ഇപ്പോൾ ഫീച്ചർ ടോക്കിനുള്ള അവസരമാണ്. അതിനായി മിസ്സിസ് മിനിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഫീച്ചർ ടോക്കിനായി എടുത്തിരിക്കുന്നത് ഒരു കഥയാണ്. ഒരു മാള് ഭയങ്കരമായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മാളിൻ്റെ അകത്ത് കുറേ ചെറുപ്പക്കാർ, ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർ, അവർ കൂട്ടം കൂടിയിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് പുറത്തൊരു കാറ് വന്ന് നിൽക്കുന്ന സമയത്ത് മഴ കാരണം ആ കാറിൻ്റെ അകത്ത് നിന്ന് ഈ മോളിലേക്ക് കയറി വരാൻ പറ്റാത്തൊരവസ്ഥയിൽ അതിൻ്റെ അകത്ത് ആൾക്കാർ ഇരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം ഒരു പയ്യൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സംസാരിച്ചുകൊണ്ടിരുന്ന ഇടയിൽ. അങ്ങനെ ഉടൻ തന്നെ ഇവിടെ നിന്ന ഒരു യുവാവ് ഓടിപ്പോയി ഒരു കുട എടുത്തു കൊണ്ടുവന്ന് ആ കാറിൽ വന്ന് നിന്നിട്ട് അവിടെ ഡോർ തട്ടിയിട്ട് നിങ്ങൾ ഇറങ്ങി വരൂ, ഞാൻ എൻ്റെ ഈ കുട നിങ്ങൾക്ക് തരാം എന്ന് പറയുന്നു. അങ്ങനെ ആ കുടയും കൊണ്ട് അകത്ത് വന്ന് ഒരു ലേഡി ഡോർ തുറന്ന് പുറത്ത് വന്ന് അങ്ങനെ ഈ കുടയുമായിട്ട് മോളിൻ്റെ അകത്ത് കയറുകയാണ്. അങ്ങനെ അവർക്ക് കുറേ സാധനങ്ങൾ വാങ്ങണം. ഉടൻ തന്നെ ഈ യുവാവ് പറയുകയാണ്, മേഡത്തിന് എന്താണ് വാങ്ങേണ്ടത്, ആ ഒരു ലിസ്റ്റ് എൻ്റെ കയ്യിൽ തന്നാൽ ഞാൻ പോയി ഈ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. ബില്ലും പേ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ യുവാവ് അകത്ത് കയറി ഈ മേഡത്തിന് വേണ്ടതായ സാധനങ്ങളെല്ലാം എടുത്ത് അങ്ങനെ ബില്ലിട്ട് അങ്ങനെ 10,000 രൂപയായി. ഉടൻ തന്നെ ഈ മേഡത്തിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, മേഡം 10,000 രൂപയായി, മേഡം പൈസ തന്നാൽ ഞാൻ കൊണ്ടുപോയി പേ ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ പോയി ഈ എല്ലാം കണക്കെല്ലാം തീർത്തതിന് ശേഷം വീണ്ടും ഈ യുവാവ് പറയുകയാണ്, ഇതിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ തന്നെ പാക്ക് ചെയ്ത് ആ കാറിൽ ഡിക്കിയിൽ വെക്കാമെന്ന് പറയുന്നു. ഇതെല്ലാം കണ്ട ഉടനെ ആ മേഡത്തിന് ഭയങ്കരമായ ഒരു അതിശയമായിരുന്നു. ഇങ്ങനെ ഒരു ചെറുപ്പക്കാർ ഇങ്ങനെ ഒരു ചെയ്യുന്നല്ലോ ഒരു സന്തോഷം. അങ്ങനെ ആ സമയത്ത് ഇതെല്ലാം ഇവർ വാങ്ങിയ സാധനങ്ങളെല്ലാം ഡിക്കിയിൽ കൊണ്ട് വെക്കുകയും അതേപോലെ അവർ സേഫായിട്ട് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് കുറേ നാളുകൾ കഴിഞ്ഞ ശേഷം അവരുടെ മാനേജർക്ക് ഒരു കത്ത് വരികയാണ്. അതെന്തെന്ന് തുറന്നു നോക്കിയപ്പോൾ 10 ലക്ഷത്തിൻ്റെ ഒരു ഓർഡറാണ് വന്നിരിക്കുന്നത്.
ഈ അതിൻ്റെ കൂടെ ഒരു ലെറ്ററും കൂടെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച്. അതിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞിരിക്കുന്നതായ ഈ സാധനങ്ങളെല്ലാം രമേശ് എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ കയ്യിൽ തന്നെ എൻ്റെ ഓഫീസിൽ കൊണ്ടുവരണം. അതേപോലെ ആ പയ്യനെ ഞാൻ എൻ്റെ ജോലിക്കാരനായിട്ട് എടുത്തിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ആ 10 ലക്ഷത്തിൻ്റെ സാധനം ഈ യുവാവിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുവാൻ പറഞ്ഞു. അപ്പോൾ മാനേജർ ചിന്തിക്കുകയാണ്, ഈ ഒരു 10 ലക്ഷത്തിന് വേണ്ടി ഞാൻ എന്തിനാണ് ആ പയ്യനെ ഞാൻ വിട്ടുകൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആ സാധനങ്ങളെല്ലാം ഒരു ലോറിയിലാക്കി ഇങ്ങനെ ആ യുവാവിനെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ യുവാവ് തേടി പിടിച്ച് ആ ഓഫീസ് കണ്ടുപിടിച്ച് അങ്ങനെ അവിടെ പോയി ആ അവിടെയുള്ള സ്റ്റാഫിനെയൊക്കെ കണ്ടിട്ട് ഈ സാധനങ്ങളൊക്കെ കൊടുക്കുകയാണ്. ഉടൻ തന്നെ അവിടെയുള്ള ആൾക്കാർ ഈ രമേശിനെ ആ MD യുടെ അടുത്ത് കൊണ്ടുപോവുകയാണ്. പോകുന്ന സമയത്ത് ആ റൂം തുറന്ന് നോക്കുമ്പോൾ ഈ ആ മഴ സമയത്ത് വന്നില്ലേ, ആ ഒരു സ്ത്രീയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ ആ സ്ത്രീ ചോദിക്കുകയാണ്, നിനക്ക് എന്നെ അറിയാമോ എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് പറയുന്നു, ഓ അന്ന് മേഡം ആ മഴയത്ത് വന്ന ആ സ്ത്രീയല്ലേ. ആ ഉടൻ തന്നെ ഈ യുവാവിനെ വിളിച്ചുകൊണ്ട് ഒരു റൂമിൽ കൊണ്ടുപോവുകയാണ്. ആ റൂമിൽ നോക്കുമ്പോൾ ഒരു രമേശ് മാനേജർ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുകയാണ്. അയ്യോ സാർ, ഇത് മേഡം ഇത് എൻ്റെ പേരാണല്ലോ രമേശ്. അപ്പോൾ മാനേജറിൻ്റെ പേര് എൻ്റെ പേര് ഒരേ പേരാണ്. ഉടനെ ആ മേഡം പറയുകയാണ്, ഈ സീറ്റ് വന്ന് നിനക്കുള്ളതാണ് എന്ന് പറയുകയാണ്. ഇത് കേട്ട ഉടനെ അവന് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ അവൻ ഓടി അതെല്ലാം കഴിഞ്ഞ ശേഷം വീട്ടിൽ വരികയാണ്. വന്ന ഉടനെ ആ അവൻ്റെ മാതാവിനെ കെട്ടിപ്പുണർന്നുകൊണ്ട് പറയുകയാണ്, അമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെറിയ കാര്യങ്ങളിൽ ഞാൻ വിശ്വസ്തനായിരുന്നു അമ്മ. ഇരുന്നപ്പോൾ ദൈവം എനിക്ക് തന്നത് ഒരു പദവിയാണ്, ഒരു മാനേജർ പോസ്റ്റ് എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടെ അങ്ങനെ കഴിയുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കുന്ന പാഠം മത്തായി സുവിശേഷം 25-ാം അധ്യായം 23-ാം വാക്യം. ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. വിശ്വസ്തനായവനെ ദൈവം ഉയർത്തുമെന്നാണ്. നമുക്കും ദൈവം ഓരോ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അത് ഒരു ചെറിയ കാര്യമായിരുന്നാലും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം. ചെറിയ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് അത് ചെയ്യുമ്പോൾ ദൈവനാമം മഹത്വപ്പെടുത്തും. അതിനുവേണ്ടി ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നല്ലൊരു ഫീച്ചർ ടോക്ക് അവതരിപ്പിച്ച മിസസ് മിനിയെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ നേച്ചർ ടോക്കിൻ്റെ സമയമാണ്. അതിനായി ബ്രദർ ജോഷുവയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി സാബത്ത്. ഇന്ന് ഞാൻ നേച്ചർ ടോക്കിനായി എടുത്തിരിക്കുന്നത് സൂര്യനെ കുറിച്ചാണ്. സൂര്യൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സോളാർ സിസ്റ്റത്തിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യമാണ് സൂര്യൻ. അപ്പോൾ നമ്മൾ സൂര്യനിൽ നിന്നാണ് നമുക്ക് ഭൂമിയിലെ കാലാവസ്ഥയും എല്ലാം നിയന്ത്രിക്കുന്നത് സൂര്യനാണ്. അപ്പോൾ സൂര്യനിൽ നിന്ന് നമുക്ക് ഭൂമിയിലെ ജീവനെ നിലനിർത്താൻ ആവശ്യമായ പ്രകാശവും ഊർജവും എല്ലാം നൽകുന്നത് സൂര്യനാണ്. അപ്പോൾ ഈ സൂര്യപ്രകാശം ഇല്ലെങ്കിൽ ഈ ഭൂമി ഇരുട്ടമാണ്. നമുക്ക് ജീവിക്കാനും പറ്റില്ല. ഒരു ജീവനും ഭൂമിയിൽ കാണില്ല, ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഭൂമിയിൽ നിന്ന് നമുക്ക് സൂര്യനിൽ നിന്ന് നമുക്ക് ആരോഗ്യത്തിനും നല്ലതാണ്. സൂര്യപ്രകാശവും നമുക്ക് നല്ലതാണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ ഡി, അതേപോലെ നമുക്ക് ആരോഗ്യം നൽകുന്നതെല്ലാം സൂര്യനാണ്. അപ്പോൾ ഈ സൂര്യനാണ് നമ്മുടെ കാലാവസ്ഥകളെയും എല്ലാം നിയന്ത്രിക്കുന്നതും ദിവസങ്ങളെയും എല്ലാം നിയന്ത്രിക്കുന്നത് സൂര്യനാണ്. അപ്പോൾ ദൈവം 4-ാം ദിവസത്തിലാണ് സൂര്യനെ സൃഷ്ടിക്കുന്നത്. അതേപോലെ ഈ സൂര്യനിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന ആത്മീകമായ കാര്യങ്ങൾ എന്തെന്നാൽ, സൂര്യനില്ലെങ്കിൽ ജീവനില്ല. അപ്പോൾ ബൈബിളിൽ നമുക്ക് പലയിടങ്ങളിൽ ദൈവത്തിനെ നീതി സൂര്യനായിട്ടും ഉദയനക്ഷത്രമായിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം പ്രകാശമാണ്, വെളിച്ചമാണ്. അപ്പോൾ ദൈവം ഇല്ലാത്ത സ്ഥലം
ഈ ഭൂമി പാപം കാരണം ഇരുളായിരിക്കുകയാണ്. അപ്പോൾ ദൈവം വെളിച്ചമാണ്. ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് വെളിച്ചത്തിൽ നടക്കാൻ പറ്റുള്ളൂ. നമുക്ക് ജീവനോടെ ഇരിക്കണമെങ്കിൽ ദൈവം ആവശ്യമാണ്. അപ്പോ യോഹന്നാൻ 8:12 യേശു പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും. അപ്പോൾ ദൈവം വെളിച്ചമാകുന്നു. നമ്മൾ ദൈവത്തെ അനുഗമിച്ചാൽ നമ്മളും ജീവന്റെ വെളിച്ചത്തിൽ നടക്കും. അതാണ് നമുക്ക് ഈ സൂര്യനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ദൈവം പറയുന്നു, നമ്മളും വെളിച്ചമാകുന്നു എന്ന് ദൈവം പറയുന്നുണ്ട്. മത്തായി 5:14 നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു, മലമേൽ ഇരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പ് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ദൈവം പറയുകയാണ്. അപ്പോൾ നമ്മളും നീതിസൂര്യനായ ദൈവത്തിൽ നിന്ന് നമ്മൾ ദൈവത്തെ അറിയുകയും ആ വെളിച്ചം പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നമുക്കും ആ പ്രകാശം വരും. നമ്മളും ആ പ്രകാശം മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിത ശൈലിയിലും നമ്മുടെ പ്രവർത്തികളിലും നമ്മൾ ഓരോ ദിവസം ജീവിക്കുമ്പോഴും ദൈവത്തെ മഹിമപ്പെടുത്തി ജീവിക്കണം. ദൈവത്തിന്റെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ദൈവത്തെക്കുറിച്ച് നമ്മൾ അധികമായി നമ്മളും പഠിക്കുകയും ചെയ്യണം. എന്നാലേ നമുക്കും വെളിച്ചമായിരിക്കാൻ പറ്റുള്ളൂ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ മനോഹരമായി നേച്ചർ ടോക്ക് അവതരിപ്പിച്ച ജോഷിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ശാബത്ത് സ്കൂളിൻ്റെ പേരിലുള്ള നന്ദി പറയുന്നു. ഇപ്പോൾ ചർച്ച് ജൂനിയർ കൊയറിൽ നിന്നും ഒരു പാട്ട് കേൾക്കാം, സ്പെഷ്യൽ സോങ്.
இருப்பேனே. ஜபவேளை உம்மை தேடி வந்தேன். தேவா பரிபாலனே. ஜபவேளை உம்மை தேடி வந்தேன். தேவா பரிபாலனே. நம்பிக்கை இல்லாமல் அழிந்திடும் மாந்தர்களே, மீட்டிடும் என் இயேசுவே, போராடி ஜெபிக்கிறேன் நாதா. நம்பிக்கை